കയറ്റുമതി വിപണിയിൽ ഇന്ത്യ വലിയ മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നിന്നുള്ള കയറ്റുമതിയിൽ ഇലക്ട്രോണിക്സ് മേഖല 3ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഏപ്രിൽ-ജൂൺ കാലയളവിൽ കയറ്റുമതിയിൽ മുന്നിലുള്ള 10 മേഖലകളിലാണ് ഇലക്ട്രോണിക്സ് മേഖല 3ാമത് എത്തിയിരിക്കുന്നത്. രത്ന ആഭരണ കയറ്റുമതിയെ പിന്തള്ളിക്കൊണ്ടാണ് ഈ നേട്ടം. എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത് പെട്രോളിയം ഉൽപ്പന്നങ്ങളും. ആദ്യപാദത്തിൽ മൊത്തം ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ മൂല്യം $844 കോടി ആയിരുന്നു. ഇന്ത്യൻ രൂപ 71,000 കോടി. മുൻവർഷം ആദ്യ പാദത്തിലിത് $694 കോടി ആയിരുന്നു. 2023-24 സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ ഇലക്ട്രോണിക്സ് 4ാം സ്ഥാനവുമായിരുന്നു. വാണിജ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ 22% വർധനവ്. മൊത്തം ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ 57% മൊബൈൽ ഫോണിൻ്റെതാണ്. $480 കോടി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 30% വളർച്ച. ആപ്പിൾ ഐഫോൺ കയറ്റുമതി ഉയർന്നതാണ് വർധനയ്ക്ക് പിന്നിലുള്ള കാരണം. ആദ്യ പാദത്തിൽ ഐഫോൺ കയറ്റുമതി മാത്രം $350 കോടിൻ്റെതാണ്. ഒന്നാമതുള്ള എഞ്ചിനീയറിംഗ് ഉൽപ്പന്ന കയറ്റുമതി $2,778 കോടിൻ്റെതും ഏകദേശം 2.34 ലക്ഷം കോടി രൂപ. സാമ്പത്തിക സർവേ 2023-24 അനുസരിച്ച് ചരക്ക് കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വിഹിതം 2024 സാമ്പത്തിക വർഷത്തിൽ 6.6% ഉയർന്നു. ഇത് 2019 സാമ്പത്തിക വർഷത്തിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2.7% മാത്രമായിരുന്നു. ആഗോള ഇലക്ട്രോണിക്സ് വിപണിയിൽ രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന പങ്ക് എടുത്തു കാണിക്കുന്നതാണ് ഈ സുപ്രധാന വർധനവ്. തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ ഉൽപാദന ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ശക്തിപ്പെടുത്തിയ കുതിച്ചുയരുന്ന സ്മാർട്ട് ഫോൺ നിർമ്മാണ അസംബ്ലി മേഖലയാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. നികുതി ഇളവുകളും സബ്സിഡിയും വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി പ്രമുഖ ടെക്നോളജികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായകമാണ്. ഈ വളർച്ചയിൽ ആപ്പിൾ ഒരു സുപ്രധാന സംഭാവന തന്നെയാണ് സാമ്പത്തിക വർഷം 2024 നൽകിയിട്ടുള്ളത്. $14 ബില്യൺ മൂല്യമുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്തു. ഇത് അതിന്റെ ആഗോള ഉൽപാദനത്തിന്റെ 14% പ്രതിനിധീകരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ഫോക്സ്കോൺ ആപ്പിൾ മൊബൈൽ ഫോൺ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ള വ്യാപാര മാറ്റത്തിന്റെ നേരിട്ടുള്ള ഗുണഭോക്താവല്ല എങ്കിലും ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഇന്ത്യ ഗണ്യമായ വർധനവ് ഇതോടെ രേഖപ്പെടുത്തി. ഈ പുരോഗതി കൈവരിക്കുന്നതിൽ PLI പദ്ധതി നിർണായകമാവുകയും ചെയ്തു. ഉദാഹരണത്തിന് US-ലേക്കുള്ള ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി 2017 സാമ്പത്തിക വർഷത്തിൽ $0.6 ബില്യൺ കമ്മിയിൽ നിന്നും 2024 സാമ്പത്തിക വർഷത്തിൽ $8.7 ബില്യൺ മിച്ചത്തിലേക്ക് മാറി. മൊബൈൽ ഫോൺ കയറ്റുമതി മാത്രം സാമ്പത്തിക വർഷം 23 നിന്ന് $2.2 ബില്യൺ നിന്ന് 2024 $5.7 ബില്യൺ ഉയർന്നു. ഇന്ത്യയുടെ ആഗോള ഇലക്ട്രോണിക്സ് കയറ്റുമതി വിഹിതം 2018 0.63% നിന്ന് 2022 0.88% ഉയർന്നു. ഈ മേഖലയിൽ ആഗോളതലത്തിൽ അതിന്റെ റാങ്ക് 28 നിന്ന് 24 മെച്ചപ്പെടുത്തി. കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളതും കാര്യക്ഷമമായ തൊഴിൽ ശക്തിയിലേക്കുള്ള പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് വൻതോതിലുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നതായും സാമ്പത്തിക സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.